കർണാടകയിലെ കോൺഗ്രസ് എം.എൽ.എ എൻ.എ. ഹാരിസിന്റെ വീട്ടിൽ ഇഡിയുടെ പരിശോധന. ബിറ്റ്കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, വീട്ടിൽ മാത്രമാണോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പരിശോധനയുണ്ടോ? എന്താണ് ബിറ്റ്കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എം.എൽ.എയുടെ പങ്കിനെ കുറിച്ച് വന്നിട്ടുള്ള വിവരങ്ങൾ? ഡിവിഷൻ 12 ഇടത്താണ് പരിശോധന നടക്കുന്നത്. അതായത് മലയാളി കൂടിയായിട്ടുള്ള കോൺഗ്രസ് എം.എൽ.എ എൻ.എ. ഹാരിസിന്റെ വീടുകളിൽ, സ്ഥാപനങ്ങളിൽ, അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ്, നാലപ്പാട് കോർപ്പറേറ്റ് ഓഫീസ് എന്നിവിടങ്ങളിലൊക്കെയാണ് പരിശോധന നടക്കുന്നത്. ഹാരിസിന്റെ മക്കളായിട്ടുള്ള മുഹമ്മദ് ഹാരിസ് നാലപ്പാട്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷനാണ് കർണാടകയിലെ, ഒമർ ഫാറൂഖ് നാലപ്പാട് എന്നിവരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. 4.5 കോടി രൂപയുടെ അനധികൃത ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഈ അനധികൃത ഇടപാട് നടത്തിയ ശ്രീകൃഷ്ണ രമേശ് എന്ന ആളുമായി ഹാരിസിന്റെ മക്കൾക്ക് അടുത്ത ബന്ധമെന്നാണ് ഇ ഡി പറയുന്നത്. ഇരുവർക്കും ഈ ഇടപാടുകളുടെ ആദായം ലഭിച്ചുവെന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. ഈ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള എൻ.എ. ഹാരിസ് ശാന്തിനഗർ എം.എൽ.എ ആണ്. ഈ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമൊക്കെയായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ് ഹാരിസ്. നേരത്തെ ഈ കേസിൽ കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് അന്വേഷണം ഏറ്റെടുത്തത്. ഏതായാലും 4.5 കോടി രൂപയുടെ ഇടപാടാണ് അന്ന് കർണാടക പോലീസ് അന്വേഷിച്ചത്. നിലവിൽ ഏതായാലും കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ഇത് കൂടാതെ മുൻ കേന്ദ്രമന്ത്രി റഹ്മാൻ ഖാന്റെ പേരക്കുട്ടിയുടെ വീട്ടിൽ, അതായത് അഖീബ് ഖാന്റെ വീട്ടിലും ഈ പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ 12 ഇടങ്ങളിലാണ് കർണാടകയിൽ ഇപ്പോൾ പരിശോധനകൾ ഈ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ബിറ്റ്കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. ശരി. കോൺഗ്രസ് എം.എൽ.എ കൂടിയായ ഹാരിസിന്റെ വീട്ടിലും മറ്റ് സ്ഥാപനങ്ങളിലുമാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്.